സിന്ധുസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് അച്ചപ്പമാണ്. വളരെ ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ അച്ചപ്പം തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നിരിക്കുകയാണല്ലോ, അതുപോലെ തന്നെ മഴയുടെയൊക്കെ സീസൺ ആണല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ നല്ല കറുമുറാന്ന് കടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അച്ചപ്പമാണ്. ഞാൻ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയ സമയത്ത് എനിക്ക് 38 അച്ചപ്പാണ് കിട്ടിയത്. അപ്പോൾ അതായത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ഗോൾഡൻ കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയ ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ അച്ചപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പത്തിരിപ്പൊടിയോ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ പൊടിയോ ഒക്കെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഈസ്റ്റേണിൻ്റെ പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ പച്ചരി വെള്ളത്തിലിട്ട് അരച്ച ശേഷം ഉണ്ടാക്കുന്നതാണ് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു രീതി. പക്ഷെ ഇത് ഈസി വേയിലാണ് ഞാനിപ്പോൾ ഈ അച്ചപ്പം തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം വേണ്ടത് പത്തിരിപ്പൊടിയാണ്. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ ഇപ്പോൾ തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ തേങ്ങയുടെ പാൽ എടുക്കുന്ന സമയത്ത് 1/4 പാൽ എടുത്തിട്ടാണ് നമ്മളത് അരച്ചെടുക്കേണ്ടത്. ഞാനിവിടെ ഇപ്പോൾ അതിന് പകരമായിട്ട് തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ്. പിന്നെ അച്ചപ്പത്തിന് മധുരം വേണമല്ലോ, അപ്പോൾ അതിനുവേണ്ടി പഞ്ചസാര വേണം. ഞാനിവിടെ ഇപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മിക്സിയുടെ വലിയ ജാറിലേക്ക് നമുക്ക് ഈ 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു മുട്ടയാണ്. അങ്ങനെ ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതിൽ പകുതി തേങ്ങാപ്പാൽ ഇട്ടിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ മുട്ടയും തേങ്ങാപ്പാലും പഞ്ചസാരയും നന്നായി ബ്ലെൻഡ് ആവുന്നവരെ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഒന്ന് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കട്ടെ. അങ്ങനത്തെ തേങ്ങാപ്പാലും മുട്ടയും അതുപോലെ തന്നെ പഞ്ചസാരയും നന്നായി ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഇതേ കപ്പിൽ 1 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അങ്ങനെന്താ ഞാൻ ഈ ഒരു കപ്പിലുള്ള അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ പത്തിരിപ്പൊടിയോ ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ആദ്യം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അരിപ്പൊടിയും മുട്ടയും തേങ്ങാപ്പാലും ഒക്കെ ഒന്ന് മിക്സാക്കി എടുത്ത ശേഷമാണ് നമ്മൾ മിക്സിയിലിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുന്നത്. അതിന് ശേഷം വെള്ളം വേണമെങ്കിൽ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അങ്ങനത്തെ ആ പൊടിയെല്ലാം നന്നായി മിക്സായി വരുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ദോശമാവിനേക്കാളും ഒരു കുറച്ച് ലൂസായിട്ടുള്ള പാകത്തിലാണ് നമുക്ക് ഈ മാവ് കിട്ടേണ്ടത്. അങ്ങനത്തെ മാവെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലായിട്ട് അരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ചേർക്കാം. ഇപ്പോൾ കുറച്ചൊരു തിക്കിലാണ് നിൽക്കുന്നത്. നമുക്ക് മിക്സി കഴുകിയ അല്പം വെള്ളം കൂടി ചേർത്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഈ മിക്സിയിലേക്ക് 1/4 കപ്പിനേക്കാളും പകുതി വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി ബ്ലെൻഡ് ചെയ്ത ശേഷം ഇതിലേക്ക് ചേർക്കാം. അങ്ങനത് പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അങ്ങനത് മിക്സിയിൽ അടിച്ചിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഈ വെള്ളം കൂടി ചേർത്തതും ഈ മാവുമായിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഈ മാവ് ലൂസ് ആവുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്താൽ മതി. അതല്ല മാവ് തിക്കായി വരികയാണെങ്കിൽ അല്പം വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാവിൻ്റെ കൺസിസ്റ്റൻസി അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടും. അങ്ങനെ നന്നായി ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 തൊട്ടിട്ട് 25 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷമാണ് അച്ചപ്പം ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ കറുത്ത എള്ളാണ് ചേർക്കുന്നത്. ഇതൊന്ന് കഴുകിയ ശേഷമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അങ്ങനെ എള്ളും ചേർത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മാവൊക്കെ ഒന്ന് സെറ്റ് ആവാനായിട്ട് നമുക്കിങ്ങനെ അടച്ചു വയ്ക്കാം. മാവിൻ്റെ കൺസിസ്റ്റൻസി
കൺസിസ്റ്റൻസി ഈ ഒരു ലെവലിലേക്ക് ആയിട്ടുണ്ട്. അങ്ങനെത് മാവൊക്കെ മിക്സ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മാവ് ഈ ഒരു രീതിയിലാണ് ആയിട്ടുള്ളത്. ഇനി അച്ചപ്പം ഉണ്ടാക്കാനുള്ള ഒരു അച്ച് നമുക്ക് വേണം. അപ്പോൾ ഇതാണ് ഞാൻ എടുക്കുന്ന അച്ച്. ഇത് നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള അച്ചപ്പത്തിൻ്റെ അച്ചാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ അച്ചപ്പം തയ്യാറാക്കുന്നത്. ഇങ്ങനെ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള അച്ചപ്പത്തിൻ്റെ അച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടുന്നതാണ്. അതിനത് അച്ചപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കേണ്ടത്. ഈ അച്ചപ്പത്തിൻ്റെ അച്ച് മുങ്ങിക്കിടക്കുന്ന ആ ഒരു രീതിയിലേക്കുള്ള വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. അങ്ങനെ എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് ഈ അച്ചും കൂടി ഈ എണ്ണയിലൊന്ന് മുക്കി വയ്ക്കാം. ഇങ്ങനെ ചൂടായിട്ടുള്ള ഈ അച്ച് വെച്ചാണ് നമ്മൾ അച്ചപ്പം തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് അച്ചും ഒന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. അച്ചപ്പത്തിൻ്റെ അച്ച് മുക്കുന്നതിന് മുന്നേയായിട്ട് മാവ് നന്നായൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അതിന് ശേഷമാണ് ചൂടായ അച്ച് ഈ മാവിൽ മുക്കേണ്ടത്. അങ്ങനത് ചൂടായ അച്ച് ഞാൻ എടുക്കുകയാണ്. ഇത് നമുക്ക് മാവിലേക്ക് മുക്കാം. ഇതിൻ്റെ 1/4 ഭാഗത്തോളം മുക്കിയെടുത്താൽ മതി. എന്നിട്ട് ഒരു 1-2 സെക്കൻഡ് പിടിച്ച ശേഷമാണ് നമുക്ക് അടർത്തിയെടുക്കേണ്ടത്. വീണ്ടും നമുക്ക് ഈ അച്ച് നന്നായി എണ്ണയിൽ മുക്കിയ ശേഷം വേണം വീണ്ടും മാവിൽ മുക്കിയെടുക്കാൻ. ഒന്ന് 2 സെക്കൻഡിന് ശേഷമാണ് പതുക്കെ ഒന്ന് അടർത്തിയെടുക്കേണ്ടത്. അപ്പോഴേക്കും അച്ച് ഇതിൽ നിന്ന് വിട്ട് വരുന്നതാണ്. വീണ്ടും നമുക്ക് എണ്ണയിലിത് മുക്കി വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ എണ്ണ ഇരിക്കേണ്ടത്. ഈ ഒരു രീതിയിൽ കളറാവുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. എപ്പോഴും എടുക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് എടുക്കേണ്ടത്. അല്ലാതെ തിരിച്ചിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് എണ്ണ കയറുന്നതാണ്. ഒരു ഗോൾഡൻ കളറാവുമ്പോൾ തന്നെ എടുക്കാം. അതിന് ശേഷം അല്പനേരം കഴിയുമ്പോഴേക്കും ഒന്നും കൂടി ഒന്ന് കളർ വരുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള അച്ചപ്പം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ പ്രാവശ്യം അച്ചപ്പം ഉണ്ടാക്കുമ്പോഴും ഈ അച്ച് നന്നായി ചൂടായിരിക്കണം. എങ്കിൽ മാത്രമാണ് ആ കറക്റ്റായിട്ട് തന്നെ അച്ചപ്പം കിട്ടുകയുള്ളൂ. അങ്ങനെ അവസാനത്തെ അച്ചപ്പം കോരി മാറ്റിയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഈ അച്ചപ്പം. ഇത് നമുക്ക് അരി അരച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു ഈസി വേയിലാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അരിപ്പൊടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്ന് കുട്ടികളൊക്കെ വരുന്ന സമയമാണല്ലോ. അതുപോലെ മഴ സമയത്തൊക്കെ നമുക്ക് ഈ കറുമുറയൊക്കെ അടിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് ഈ അച്ചപ്പം. എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിൽ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ ഇത് സൂക്ഷിക്കാൻ പറ്റും. പക്ഷേ അത്രയും ദിവസമൊക്കെ ഇരിക്കുമെന്ന് പറയാം. പെട്ടെന്ന് തന്നെ കുട്ടികളൊക്കെ തിന്ന് തീർക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയ ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. Thank you.